ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. വീടിൻ്റെ ഒരു സൈഡിലിരുന്ന് മനസ്സമാധാനമായിട്ട് പണ്ടെപ്പോഴോ പള്ളിപ്പെരുന്നാളിന് മേടിച്ചൊരു പൊട്ടാസ് തോക്ക് പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അമ്മ വന്ന് പറഞ്ഞത്, വാ കുറച്ച് സാധനം മേടിക്കാനുണ്ടെന്ന്, മാവേലി സ്റ്റോറിൽ പോകാമെന്ന്. അങ്ങനെ അമ്മേനെയും കൂട്ടി മാവേലി സ്റ്റോറിലേക്ക് പോയി. മാവേലി സ്റ്റോറിൽ എത്തിയപ്പോൾ കാഴ്ചകളാണ് ഇതൊക്കെ. ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പണ്ടത്തെ സ്കൂൾ ജീവിതമാണ് ഓർമ്മ വന്നത്. പണ്ട് സ്കൂളിൽ ഹർത്താലൊക്കെ വരുമ്പോൾ കുട്ടികളൊക്കെ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പം ഒരു ബെഞ്ചിൻ്റെ മുകളിലേക്ക് ഒരാൾ, മറ്റേ ബെഞ്ചിൻ്റെ മുകളിലേക്ക് വേറൊരാൾ, നടുക്കൊരാൾ, അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചെറിയൊക്കെ ആയിരിക്കും പിള്ളേരുണ്ടാവുക. അതേപോലെ തന്നെയായിരുന്നു ഇവിടുത്തെ സാധനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. മല്ലിപ്പൊടി എടുക്കാൻ പോകുമ്പോൾ അടിയിൽ പഞ്ചസാര കാണും, പഞ്ചസാരേൻ്റെ അടിയിലായിരിക്കും മുളക് പൊടി ഉണ്ടാവുക. ഒരു ഓർഡർ ഇല്ലാതെയായിരുന്നു ഇവിടുത്തെ അവസ്ഥ. വളരെ ശോചനീയമായിരുന്നു. ഓർഡർ ഇല്ലാതെ മാത്രമല്ല, നമ്മൾ എന്ത് സാധനം ആണോ മേടിക്കാൻ അവിടെ പോകുന്നത് ആ സാധനം മാത്രം അവിടെ ഉണ്ടാവത്തുമില്ല. ഗൈസ് പറയും, നിങ്ങളുടെ നാട്ടിലും ആവശ്യങ്ങളുടെയൊക്കെ അവസ്ഥ ഇതുപോലൊക്കെ തന്നെയാണോ? പിന്നെ ഈ സാധനത്തിന് മാത്രം ഇവിടെ ഒരു കുറവുമില്ല. പിനോയിൽ വീട്ടിലാണെങ്കിൽ ബിവറേജിൽ കുപ്പി അടുക്കി വെച്ചിരിക്കുന്ന പോലെ പിനോയിൽ ഉണ്ടാവും. എന്നാലും അമ്മയ്ക്ക് ഇവിടെ എത്തുമ്പം ഒരു കുപ്പി മേടിച്ചില്ലെങ്കിൽ എന്തോ സമാധാനക്കേട് പോലെയാണ്. എപ്പോൾ വരുമ്പോഴും മേടിക്കും ഒരു കുപ്പി. എന്നാ ചെയ്യുക അല്ലേ? പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല. അമ്മയുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. പിന്നെ അമ്മ അവിടെ സാധനം മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മെല്ലെ കുറച്ച് ഫില്ലായിട്ടിരിക്കുന്ന നേരം നോക്കി കുറച്ച് വീഡിയോ എടുത്തിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ചെന്ന് അമ്മയ്ക്കൊരു ചെരുപ്പ് മേടിക്കാനായിരുന്നു. ബെസ്റ്റ് ഓഫ് ഫുട്വെയർ ആൻഡ് ബാഗ്സ്. വളരെ വിനയപൂർവ്വം, പള്ളിയിലേക്ക് കയറുന്നതിനേക്കാൾ ഭക്തിപൂർവ്വമാണ് അമ്മ ആ ചെരുപ്പെല്ലാം അവിടെ ഊരിയിട്ട് കയറിയത്. ഒരു പക്ഷേ കേരളത്തിലുള്ള ഒട്ടുമിക്ക അമ്മമാരുടെ നിഷ്കളങ്കതയായിരിക്കാം അത്. ഏതൊക്കെയോ ചെരുപ്പുകളെടുത്ത് കാലിലേക്ക് ഇട്ടിട്ട് തലങ്ങും വലങ്ങും നോക്കുന്നുണ്ടായിരുന്നു അമ്മ അവിടുന്ന്. ആ സമയം കൊണ്ട് ബസ് സ്റ്റാൻഡ് ഉള്ളിലെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു. അത്യാവശ്യം നല്ല സെലക്ഷൻസൊക്കെ ഉണ്ടോ കേട്ടോ ഇവിടെ. പിന്നെ ഞാൻ നോക്കുമ്പം ദാണ്ടട അമ്മ ചെരുപ്പിനോടൊക്കെ കിടന്ന് മല്ല് പിടിക്കുന്നു. ഇതുവരെ തീരുമാനമായില്ല ഏതാ വേണ്ടേ എന്താ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ. ഡിസിഷൻ സ്റ്റിൽ പെൻഡിങ് ആയിരുന്നു. അമ്മയുടെ ചെരുപ്പ് തപ്പൽ കണ്ടിട്ടാണോന്ന് പറയും, എനിക്ക് മൊത്തത്തിലൊരു തപ്പലായി. ഞാൻ മെല്ലെ പുറത്തോട്ട് ഇറങ്ങി കുറച്ച് നേരം വണ്ടിയിലങ്ങിരുന്നു. സ്റ്റിൽ പോസ്റ്റായിരുന്നു. എൻ്റെ അമ്മ വന്നു. പിന്നെ ചെന്ന് കയറിയത് നേരെ ബേക്കറിയിലോട്ടായിരുന്നു. സായൂജ് ബേക്കറി. ഞങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും നല്ല ബേക്കറികളിൽ ഒന്നാണ് സായൂജ് ബേക്കറി. അതിപ്പോൾ ഇവിടെ പൈസയുടെ കാര്യത്തിലാണെങ്കിലും സാധനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒരു കുറവുമില്ല. അമ്മയെ മുകളിലേക്ക് ഇരുന്നുകൊണ്ട് എന്തൊക്കെ ബേക്കറികൾ മേടിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു കോൺ ഐസ്ക്രീം എടുത്തേക്കാന്ന് ഓർത്തു. അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ച് ഞാനും അമ്മയും മെല്ലെ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ശരി ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.